ഹലോ, ഈ ഉറക്കം പോലും തെളിയാത്ത കൊച്ചു വെളുപ്പം കാലത്ത് ഞങ്ങൾ പോണത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. ഫ്ലൈറ്റ് ഞങ്ങളെയും കാത്ത് നിൽക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമയത്ത് തന്നെ ഇറങ്ങി. കൊച്ചു വെളുപ്പം കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് കേട്ടോ വെളുപ്പിന് 4-5 മണിയാണെന്നൊക്കെ. ഞങ്ങൾക്കൊക്കെ നേരം വെളുക്കാൻ ഒരു 8-9 മണിയെങ്കിലും ആവണം. സാധാരണഗതിയിൽ ഈ വണ്ടിയിൽ കയറിയോടനെ ഉറങ്ങുന്ന ശീലമുള്ളത് എനിക്കാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കിവിടെ എക്സൈറ്റ്മെൻറ്റ് ട്രിപ്പിൽ ഈ ഉറക്കം എവിടെ പോകുന്നോ. റോഡിലൊക്കെ നല്ല മഞ്ഞുണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. എല്ലാം മൂടി അടഞ്ഞ് കിടക്കുക. ഇവിടെ ഇപ്പോൾ 2 പേരും ഫ്ലാറ്റായി കഴിഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങലൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. കഥ പറഞ്ഞിരുന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ദച്ചൂട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒന്ന് ഹൈദരാബാദിലേക്ക് പോയി അവനെ എവിടെയെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വെച്ച് പോകട്ടോ. ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ആദ്യം പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഹൈദരാബാദ്. അവിടെ എന്തോ ഞങ്ങളുടെ വൈബിനനുസരിച്ച് ഞങ്ങളെ വീണ്ടും അങ്ങോട്ടേക്ക് ഒന്നുകൂടെ ക്ഷണിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ട്. എയർപോർട്ടൊക്കെ ഇങ്ങനെ മഞ്ഞുമൂടി കിടക്കണം ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. കാണാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് സത്യം. ഇനി ഒരാളെ സ്ഥിരമായിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്ന ഒരു അപൂർവ കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ആദ്യം ഒരുവിധം കാറിൽ നിന്ന് വലിച്ചിറക്കി. പിന്നെ കുഴപ്പമില്ല, ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ആശാൻ ഓൺ ആയിക്കോളും. 10:15 ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 8:15. കറക്റ്റ് 2 മണിക്കൂർ മുൻപൊക്കെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ കണ്ണിറയെ കണ്ടോളൂ. പിന്നെ DG യാത്ര ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ക്രോസ് ചെയ്യാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശാൻ ദേ ഓണായി കഴിഞ്ഞു. ലഗേജൊക്കെ സെൽഫ് ബാഗേജ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെ അനാവശ്യ ക്യൂ എല്ലാം ഒഴിവാക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് ബോർഡിംഗ് ഗേറ്റിനടുത്ത് എത്താൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് വരുന്ന സമയം കൊണ്ട് അവനിറങ്ങി ഓടാതിരിക്കാൻ ഇമാതിരി കുറച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ചു കൊടുത്താൽ മതി. അവ ഹാപ്പി. 2 മസാല ദോശയും 1 സെറ്റ് ഇഡലിയും 2 ചായയാണ് ഞങ്ങൾ വാങ്ങിയിരുന്നത്. സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയി, ഈ കാശിന് നമുക്ക് പുറത്തുനിന്ന് 10 ബിരിയാണി വാങ്ങി തിന്നായിരുന്നല്ലോ. എക്സാജറേഷൻ അല്ല കേട്ടോ, ഉള്ള സത്യമാണ്. അങ്ങനെ 10 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് ദച്ചൂട്ടൻ ആദ്യമായിട്ട് ഇത്തവണ പറഞ്ഞു. ഇത്രയും അടങ്ങി ഒതുങ്ങി ഇവൻ ഈ ഫ്ലൈറ്റിൽ കയറിയിരിക്കണം ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. 4 വയസ്സായതിൻ്റെ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഇല്ലാതില്ല. ഇത്ര അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഇവൻ്റെ റിയാക്ഷനും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ കുറേ നേരം ക്യാമറ ഓണാക്കി വെച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തിയോണ്ടാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ഒട്ട് എടുക്കണേ ഉണ്ടായിരുന്നില്ല. ഒടുക്കം ഫ്ലൈറ്റ് എടുത്തപ്പോഴത്തേക്കിനോ ഇവ ഉറങ്ങിയും കഴിഞ്ഞു. അങ്ങനെ ഹൈദരാബാദ് എത്തിയപ്പോഴത്തേക്കിനും സാർ എണീറ്റു. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ബാഗും പറക്കി ഊബറും വിളിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് വേണ്ടത്. ദിവസവും സ്കൂളിൽ പോയി സ്കൂളല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്ക് വന്ന എൻ്റെ നല്ല സന്തോഷത്തിലാണ് ആള്. പതിവില്ലാതെ ഞങ്ങൾ ഇത്തവണ നേരത്തെ എയർപോർട്ടിൽ എത്തിയോണ്ട് ഞങ്ങളുടെ ബാഗ് വരാൻ ഒരുപാട് ലേറ്റായി. ആ സമയം കൊണ്ട് അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം സാറോടെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി അച്ഛനെ ഉപദ്രവിക്കല്. അക്രമം കൂടിയപ്പോൾ അവസാനം ഞങ്ങൾ അവന് കൊടുത്ത പണിയാണ് ഈ പെട്ട് തപ്പൽ. എന്തായാലും അത് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തു. അവന് പിന്നെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാൽ മതി. അങ്ങനെ അവനിരിക്കാനുള്ളൊരു സ്ഥലം അവൻ തന്നെ സ്വയം കണ്ടുപിടിച്ച് നല്ല സുഖമായിട്ട് കയറി ഇരിപ്പായി. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ക്രിസ്മസിന് മുന്നോടിയായി നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഡെക്കറേഷൻസും എല്ലാം ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 12-12:10 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ ഊബർ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഊബർ എടുത്ത് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഹൈദരാബാദ് ഞങ്ങൾ 2 തവണ വന്നപ്പോഴും 2 ഹോട്ടലിലാണ് താമസിച്ചതെങ്കിലും സ്ഥലം ഒന്ന് തന്നെയായിരുന്നു, ലക്കടി കാപ്പുൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനുള്ളതിലെ കുറച്ചധികം സ്ഥലങ്ങൾ ലക്കടി കാപ്പുള്ളിൽ നിന്നും വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ റൂം ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. നല്ലൊരു ഹോംലി ഫീൽ ചെയ്യുന്ന റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് സൈറ്റിൽ കണ്ട പടത്തെക്കാളും നന്നായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി. ഇനി ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാനൊന്നും നേരമില്ല. പെട്ടെന്ന് തന്നെ ഫുഡ് വാങ്ങി ഫുഡും കഴിച്ച് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നും കൂടെ ചേർത്ത് 4 ദിവസമാണ് ട്രിപ്പ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം വെറുതെ കളയാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ ആണെന്ന് കരുതി വീഡിയോയിൽ കുത്തിയിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോ വേൾഡും ബിർള പ്ലാനറ്റോറിയമാണ്. സ്നോ വേൾഡിൽ തണുപ്പ് പിടിച്ച് പോയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യസാധ്യതയില്ല. പക്ഷേ ഇവിടുത്തെ സ്നോ വേൾഡിൽ വേറെ 1-2 ഐറ്റംസ് കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ ഊബറും ബുക്ക് ചെയ്ത് കാത്തു നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൻ എവിടെ പോയാലും അവൻ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾ തപ്പിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്നോ വേൾഡിലെത്തി. വെറും 9 മിനിറ്റാണ് ഞങ്ങൾ സ്നോ വേൾഡിലെത്താനെടുത്ത സമയം. ടിക്കറ്റ് കൗണ്ടറിലിരുന്ന ആളെ ചിരിച്ച് കാണിച്ചത് അച്ഛൻ അയാളൊരു മുട്ടായി എടുത്തു കൊടുത്തു. കൊള്ളാലോ കളി. അവൻ കഷ്ടപ്പെട്ട് ചിരിച്ച് സമ്പാദിച്ച മുട്ടായി അല്ലേ, ഇനിയിപ്പോൾ അത് തിന്നാതെ മുന്നോട്ട് നീങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം, സ്നോ വേൾഡിൽ അത് കൂടാണ്ട് 3-4 ഐറ്റംസ് കൂടി ഉണ്ട്. റെയിൻ ഫോറസ്റ്റ്, ലിവിംഗ് ഡെഡ്, അപ്സൈഡ് ഡൗൺ, കാലിഡോ. ഇതിൽ അപ്സൈഡ് ഡൗണും കാലിഡോ ആണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത്തവണ കാണേണ്ടത്. അപ്പോൾ സ്നോ വേൾഡ് ഒഴികെ ഇത് 4 കൂടി ചേർന്ന് വരുന്ന ത്രിൽ പാക്കേജ് എടുത്ത് വരുന്ന ഫാമിലീസിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ കിഡ്സ് സോണിൽ ഫ്രീ ആയിട്ട് കളിക്കാം. അപ്പോൾ പിന്നെ എൻ്റെ മോൻ വെറുതെ വിടില്ലല്ലോ. ആദ്യം തന്നെ അവിടേക്ക് കയറ്റി. അതിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു വലിയ ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചേട്ടൻ്റെ 2 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ദച്ചു കിഡ്സ് സോണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഈ അപ്സൈഡ് ഡൗണിലേക്കാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. സംഭവം വേറെ ഒന്നുമില്ല, ഒരു വീട്ടിലെ സകല മുറികളും അവരവിടെ ഒരുക്കിയിരിക്കും. പക്ഷേ ഈ മുറിയിലെ സാധനങ്ങളെല്ലാം തല തിരിഞ്ഞായിരിക്കും ഇരിക്കുക. അതായത് താഴെ ഇരിക്കേണ്ട സാധനങ്ങളെല്ലാം മുകളിൽ. എന്നിട്ട് അവർ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കണ പോലെ തോന്നും. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതേപോലെ കുറേ 3D വാൾ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഇത് നല്ല ഫണ്ണായിരുന്നു. കാരണം അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസിന്റെ പോസൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഫോട്ടോ കണ്ടപ്പോൾ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ സിംഹത്തിനോട് പിക്നിക്കിന് വല്ലതും പോവുകയാണെന്ന്. സത്യത്തിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ കോലം കണ്ട് ഞങ്ങളെ നോക്കി ചിരിച്ചപ്പോൾ ഞങ്ങളും അറിയാതെ ചിരിച്ചു പോയതാട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കാലിഡോയിലേക്കാണ്. ലിവിംഗ് ഡെഡിലും റെയിൻ ഫോറസ്റ്റിലൊന്നും കൊച്ചിനെ കൊണ്ട് കയറാൻ കൊള്ളില്ല. കാലിഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. നമ്മുടെ ചുറ്റും കണ്ണാടികളായിരിക്കും. അതിനിടയിൽ കണ്ണാടി ഇല്ലാത്ത ഭാഗം നമ്മൾ തപ്പി തപ്പി കണ്ടുപിടിച്ച് പുറത്തിറങ്ങണം. ഒരു ഗെയിം പോലെ നമുക്ക് കൂട്ടാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഒക്കെ. ദച്ചു ആദ്യം ഗ്ലൗസ് ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിടുന്ന കണ്ടപ്പോൾ അവനൊന്നും ഇട്ടു. ഈ വഴി തപ്പി കണ്ടുപിടിക്കുന്നതിനിടയിലും വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കുന്ന എൻ്റെ മനസ്സാരും കാണാതെ പോരുത്. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് ബിർള പ്ലാനറ്റോറിയം ആണല്ലോ. അപ്പോൾ സ്നോ വേൾഡും പ്ലാനറ്റോറിയം തമ്മിൽ ഒരു 10 മിനിറ്റിന് ഡിസ്റ്റൻസ് പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോയും വിളിച്ച് നേരെ പ്ലാനറ്റോറിയത്തിൽ വരുന്ന വഴിക്ക് അയാൾ ഏതോ ഒരു ഉഗാണ്ടിയെ കൊണ്ടുവരുത്തിട്ട് ഓപ്പോസിറ്റ് റോഡ് കാണിച്ചിട്ട് പറയുക, ഈ റോഡ് ക്രോസ് ചെയ്ത് കാണുന്ന കയറ്റം നേരെ കയറിയ പ്ലാനറ്റോറിയം എത്തുമെന്ന്. അയ്യോ, ഇവനെയും കൊണ്ട് ഞങ്ങളുടെ കിളി പോയില്ലെന്നേ ഉള്ളൂ. സംഭവം നേരാമണ്ണുള്ള റോഡിൽ കൂടെ ഞങ്ങളെ കൊണ്ടാക്കാണ്ട് പുള്ളിക്ക് സ്റ്റാൻഡ് കിടക്കാനുള്ള എളുപ്പപ്പണി കാണിച്ചതാ. പിന്നെ വല്ല നാട്ടിലും പോയി കിടന്ന് തല്ലുണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പെട്ട്. പിന്നെ കൊച്ചിനെ ചേട്ടൻ പിടിച്ചോണേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടോ ഓടി ഞാൻ. 6 മണിയുടെ ഷോയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി 5:55 വല്ലച്ചാതി ഓടി പിടിച്ച് അവിടെ എത്തിയപ്പോണ്ട് അവിടെ പൂരപ്പറമ്പിൻ്റെ ആള്. ഇത് പ്ലാനറ്റോറിയാണോ അതോ വല്ല സിനിമ തിയേറ്ററാണോ ഞാൻ ഒന്നുകൂടെ നോക്കി. ഇല്ല, സംഭവം ശരി തന്നെ. അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ശരിക്കും പകച്ചത്. 6 മണിയുടെ ഇംഗ്ലീഷ് ഷോയും പോയിട്ട് 6:45 തെലുങ്ക് ഷോയ്ക്ക് പോലും സീറ്റില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. 7:30 ഹിന്ദി ഷോയ്ക്ക് 3 ടിക്കറ്റ് അങ്ങ് എടുത്തു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഉടനെ വിളിച്ചു പറഞ്ഞു, ഒട്ടും തന്നെ വെപ്രാളം പിടിച്ച് ഓടി വരണ്ട, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടെന്ന്. അങ്ങനെ സമയം കുറച്ച് കിടന്നുകൊണ്ട് ഇവൻ അവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പോയി പൊക്കിക്കൊണ്ട് വന്നു. പിന്നെ ചേട്ടൻ അവിടെ നിന്ന് കുറച്ച് ഹാൻഡ് ചെയിൻസും കസ്റ്റമൈസ്ഡ് കീ ചെയിൻസും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ നേരെ വീണ്ടും പ്ലാനറ്റോറിയത്തിലേക്ക് വന്നു. ഇവിടെ ശരിക്കും പ്ലാനറ്റോറിയം മാത്രമല്ല ഉള്ളത്, ഒരു സ്പേസ് മ്യൂസിയം, ഡൈനോസേറിയം ഒക്കെ ഉണ്ട്. ഷോ തുടങ്ങാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ഇതൊക്കെ കയറി കണ്ടു. ഇവരാണെങ്കിൽ കട്ട ഡൈനോസർ ഫാനാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ സ്പേസ് മ്യൂസിയത്തിലേക്ക് പോയി ചാന്ദ്രയാൻ മോഡലൊക്കെ കാണാമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്കൈ തിയേറ്ററിലേക്ക് വരികയാണ് 7:30 ഷോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴും പണി പാളി. 7:30 ഷോ 7:45 മാറ്റി എന്നാണ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോട് പറയണത്. ഇനി എന്തോ ചെയ്യാൻ വീണ്ടും പോസ്റ്റ്. പിന്നെ അവിടെ ലൈറ്റ് ഇട്ടൊരു മരത്തിൻ്റെ താഴെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെ അൽക്കുലത്ത് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട് കേട്ടോ, ടെലസ്കോപ്പൊക്കെ ഉള്ളത്. നമ്മുടെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഒക്കെ വരുന്ന സമയത്ത് പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ട് ഈ റൂം തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇപ്പം എന്തായാലും ഞങ്ങളിവിടെ കാത്തിരുന്ന് പുഴ മെലിഞ്ഞിട്ടും സ്കൈ തിയേറ്ററിൻ്റെ കഥ മാത്രം തുറന്നു തരുന്നില്ല. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റോളം അവിടെ കുത്തിയിരുന്നപ്പോഴത്തേക്കിനുണ്ട് ഡോറ് തുറന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വീണ്ടും ഇളിച്ചുകൊണ്ടൊരു സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. രാത്രി 7:30 മണിക്ക് പ്ലാനറ്റോറിയം കാണാനുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ ദച്ചൂട്ടനെ ആദ്യമായിട്ട് പ്ലാനറ്റോറിയത്തിൽ കൊണ്ടുവന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവനും ഞങ്ങൾക്കും. പ്ലാനറ്റോറിയം എൻ്റെ ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. എവിടെ പോയാലും ഞാൻ പ്ലാനറ്റോറിയം തപ്പാറുണ്ട്. ഈ ഹൈദരാബാദിലെ പ്ലാനറ്റോറിയം ഒരു 1.5 പ്ലാനറ്റോറിയമാണ്. ഭയങ്കര ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ ഇത്രയും രാത്രിയിലും ഈ ഒരു തിരക്ക് ഇവിടെ കാണുന്നതിൽ അതിശയിക്കാനൊന്നും ഇല്ലല്ലോ. ചേട്ടനിങ്ങനെ തെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സ്കൈ വരും, സ്റ്റാർസ് വരും, സൺ വരും, മൂൺ വരും എന്നൊക്കെ. 1/2 മണിക്കൂർ കൊണം തിരിയാതിരിക്കണമല്ലോ.
बहुत सितारे दिखाई देते प्रतीत हो रहे हैं। शुक्र पर चंद्रमा हमारा सहज उपग्रह है। അങ്ങനെ ഷോ തീരുന്നവരാ നല്ല കുട്ടിയുടെ അനത്തിരുന്നു. അതാണ് ബിർള മന്ദിർ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ഓക്കെ 1 2 3 വെച്ചോളൂ. This are open ഓക്കെ and all. വെച്ച് ഓപ്പൺ. അല്ല ഇങ്ങനെ പിടി. ഇട്. Yes. ഇട്. വെരി ഗുഡ്. ലൈറ്റ് വന്ന് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി, ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഹൈദരാബാദിൻ്റെ വിശേഷങ്ങൾ. അടുത്ത ദിവസം നമുക്ക് പോവേണ്ടുന്നത് രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.